हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. നാളെ നരസിംഹ ജയന്തിയാണ്. നരസിംഹ ചതുർദശി എന്ന് പറയും. ചതുർദശി എന്ന് പറയുമ്പോൾ 14ാമത്തെ ദിവസം, നാളത്തെ ദിവസമാണ് നരസിംഹസ്വാമി അവതരിച്ചത്. അന്നേരം നാളെ സന്ധ്യ വരെ എല്ലാവരും ഉപവാസം ഇരിക്കേണ്ടതാണ്. അന്നേരം ഇന്നത്തെ ഈ ദിവസം, ഇന്നും പറ്റുമെങ്കിൽ വൈകുന്നേരവും, പിന്നെ നാളെയും വൈകുന്നേരം, നാളെ രാവിലെയും വൈകുന്നേരത്തും നമുക്ക് കുറച്ച് നരസിംഹ ലീല ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. അത്ര എല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, യശോദാനന്ദന ജയോ ഗജനരഞ്ജന, ജയോ യശോദാനന്ദന ജയോ ഗജനരഞ്ജന, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വിജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितांश्च
ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपदाय स्वामिनिति नामिने आचार्यपादाय निताय कृपप्रदायिने गौरकथा दामदाय नगरग्रामतारिणे ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति सिद्धांत सरस्वती नामिने शिवाशोभानवी देवी देदाय कृपाब्धे कृष्ण संबंध विज्ञानदायिने प्रभवे नमः माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानुगभक्तिदा श्री गौरगर्भा शक्ति विधाय नमोस्तुते नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुगविरदाभ सिद्धांत द्वंद्वहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्ब्रसाम्बोधे पदम्बुजायते नमः ओम भक्ति विनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवरायते गौराविर्भाव भूमेस्तं निर्देश सज्जनप्रिया वैष्णव सर्वभौमः श्रीजगन्नाथाय ते नमः ओम महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनामिने गौरतपसे नमः पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते जयदां सुरदो पङ्गुर्मम मन्दमतिर्गतिमत्सर्वस्वपादाम्बुजो राधामदनमोहनो दिव्यद्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीरघोविन्ददेवो प्रेष्ठादिभिः सेव्यमानो स्मरामि श्रीमन्दासरसारम्भे वंशीवटत्तटस्थिता कर्षन्वेणुस्वनेर्गोपीर्गोपीनाथश्रीस्तना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासुदेव गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे मुगं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् हरे कृष्ण ശ്രീമദ് ഭാഗവത്തിലെ 7ാമത്തെ സ്കന്ധമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ നരസിംഹ ജയന്തിക്കും ഇതേപോലെ നരസിംഹലീല ചർച്ച ചെയ്തെടുത്തു. അതേപോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവത്തിലെ 7ാമത്തെ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. പരീക്ഷിത മഹാരാജാവിൻ്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. പരീക്ഷിത് മഹാരാജ് ശുഖബ്രഹ്മ ഋഷിയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠ, ഭഗവാൻ കൃഷ്ണൻ നിഷ്പക്ഷനാണ്, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാവരും വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെയും വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം എങ്ങനെയാണ് ദേവന്മാർക്ക് കൂട്ടുനിന്നുകൊണ്ട് ദേവന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നത്? അസുരന്മാരെ എങ്ങനെയാണ് ഭഗവാൻ കൊല്ലുന്നത്? ഭഗവാൻ പൊതുവെ എല്ലാവരോടും തുല്യനാണ്, ആരോടും നിഷ്പക്ഷനാണ് ഭഗവാൻ, ആരുടെയും പക്ഷം ചേരത്തില്ല. പിന്നെ എങ്ങനെയാണ് ഒരാളെ ശത്രുവായിട്ട് ഭഗവാൻ കാണുന്നത് എന്ന് ചോദിച്ചു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ സ്വയം എല്ലാവിധ ആനന്ദത്തിൻ്റെയും ഉദ്ഭവമാണ്. അതുകൊണ്ട് ഭഗവാന് മറ്റൊരു പക്ഷത്ത് ചേർന്നുകൊണ്ട്, അതായത് ദേവന്മാരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് അസുരന്മാരെ കൊല്ലുന്നതിൽ ഭഗവാൻ എന്ത് ആനന്ദം ലഭിക്കാനാണ്? അതിലൂടെ എന്തുദ്ദേശമാണ് ഭഗവാൻ
പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഭഗവാൻ അതീന്ദ്രിയനാണ്. ഈ ഭൗതികമായിട്ടുള്ള ത്രിഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തിനാണ് അസുരന്മാരെ ഭയപ്പെടേണ്ടത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് അസുരന്മാരോടൊരു ദ്വേഷം തോന്നുന്നത്? ഇങ്ങനെയുള്ള ചോദ്യം ആര് ചോദിച്ചു? പരീക്ഷിത് മഹാരാജ് ചോദിച്ചു. എന്നിട്ട് വീണ്ടും പരീക്ഷിത് മഹാരാജ് പറയുന്നു 3-ാമത്തെ ശ്ലോകത്തിൽ, അങ്ങ് മഹാപണ്ഡിതനാണ്, ഭാഗ്യശാലിയാണ്. അതുകൊണ്ട് അങ്ങ് വ്യക്തമായിട്ട് പറയൂ, നാരായണൻ യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും പക്ഷത്ത് ചേരുമോ അതോ നിഷ്പക്ഷനാണോ? അതെൻ്റെ വലിയൊരു സംശയമാണ്. ഈ ഒരു സംശയം അങ്ങ് പൂർത്തീകരിക്കണം. അതിന് വ്യക്തമായിട്ടുള്ളൊരു തെളിവും അങ്ങ് നൽകണം. നാരായണൻ നിഷ്പക്ഷനാണ്, എല്ലാവരോടും സമത്വത്തിലാണ്, എല്ലാവരോടും ഒരേപോലെ എല്ലാവർക്കും കാരുണ്യം നൽകുന്ന ആളാണ് നാരായണൻ എന്നങ്ങ് എന്നെ തെളിയിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടിട്ട് ശുകബ്രഹ്മ ഋഷി പറഞ്ഞു, പരീക്ഷത്തെ, നീ എൻ്റെ മുമ്പിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെപ്പോഴും ഭക്തരെയും ഭഗവാനെയും പ്രകീർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതെപ്പോഴും ഭക്തർക്ക് വളരെയധികം ആനന്ദം നൽകുന്ന വിഷയമാണ്. ഈ അതീന്ദ്രിയമായിട്ടുള്ള വിഷയങ്ങൾ ഭൗതിക ലോകത്തിലെ എല്ലാവിധ ക്ലേശങ്ങളെയും അകറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നാരദ മഹർഷി എപ്പോഴും ശ്രീമദ് ഭാഗവതം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്നു, നാരദ മഹർഷിയെ പോലെ ഉള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഋഷികൾ എപ്പോഴും ശ്രീമദ് ഭാഗവതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അത് പറയുന്നതിലൂടെ ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് അതിനെക്കുറിച്ച് കേൾക്കാനും സംസാരിക്കാനും, ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ കേൾക്കാനും സംസാരിക്കാനുമുള്ള അതീന്ദ്രിയ അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിന് മുമ്പേ വ്യാസമഹർഷിയെ നമസ്കരിക്കുന്നു. അതിനുശേഷം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട, ഹരിയുമായിട്ട് ബന്ധപ്പെട്ട ലീലകൾ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശുകബ്രഹ്മ ഋഷി പറയുകയാണ്, പരമോന്നതനായിട്ടുള്ള ഭഗവാൻ അതീന്ദ്രിയനാണ്. അതീന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാതീതൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ല ഭഗവാനെ. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ്. അതുകൂടാതെ ഭൗതിക ഗുണങ്ങൾക്കും അപ്പുറത്താണ്. ഭഗവാന് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിൻ്റെ മാലിന്യങ്ങളൊന്നും ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പേര് നിർഗുണൻ എന്നാണ്. അതായത് ഭൗതിക ഗുണങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തി, ആധ്യാത്മിക ഗുണങ്ങളുള്ള വ്യക്തി. അദ്ദേഹം ജന്മരഹിതനാണ്. അദ്ദേഹത്തിനൊരു ഭൗതിക ശരീരമില്ല. അതുകൊണ്ട് തന്നെ ഭൗതിക ശരീരമുള്ളവർക്ക് മാത്രമേ ആസക്തിയും ദ്വേഷവും തോന്നാറുള്ളൂ എന്ന് ശുകദേവ് ഗോസ്വാമി പറയുന്നു. ആസക്തി എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ളൊരു താല്പര്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ. ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യം പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ട് ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദ്വേഷഭാവം. എന്നാൽ ഇത് രണ്ടും ഭഗവാൻ ഇല്ല. എന്തുകൊണ്ട്? ഭഗവാന് ഭൗതിക ശരീരമില്ലാത്തതുകൊണ്ട്. ഭഗവാന്റെ ശരീരം ആധ്യാത്മികമായതുകൊണ്ട് ഭഗവാന് ആരോടും ദ്വേഷവുമില്ല, ആസക്തിയില്ല. ഭഗവാൻ എപ്പോഴും ഭൗതിക അസ്തിത്വത്തിനും അപ്പുറത്തായതുകൊണ്ട് ഭഗവാൻ ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ എന്നിരുന്നാലും ഭഗവാന്റെ ആധ്യാത്മിക ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഭഗവാന് യഥാർത്ഥത്തിൽ ഈ ഭൗതിക അസ്തിത്വമായിട്ട് ഒരു ബന്ധവുമില്ല. ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് എങ്കിലും ഭഗവാൻ ഇതിൽ നിന്നും പൊട്ടാതെ, ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ മാറി നിൽക്കുന്നു. പക്ഷെ എന്നാലും ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭൗതിക ലോകത്തിൽ സാധാരണ മനുഷ്യനെ പോലെ വരികയും
മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. അന്നേരം അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണും. സാധാരണ മനുഷ്യർ വരുന്ന പോലെ ഓരോ കാര്യങ്ങളിൽ ഭഗവാൻ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് ഭഗവാൻ സാധാരണ വ്യക്തിയായി എന്നല്ല നമ്മൾ കരുതേണ്ടത്. കാരണം ഭഗവാൻ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഭൗതിക ശക്തിയെ ആശ്രയിച്ചിട്ടല്ല വരുന്നത്, ആധ്യാത്മിക ശക്തിയെ ഉപയോഗിച്ച് തന്നെയാണ് ഭഗവാൻ ഈ ലോകത്തിൽ വരുന്നത്. കാരണം ഭഗവാൻ ഇവിടെ ഒരു മനുഷ്യനായിട്ട് വരുമ്പോഴും ഭഗവാന്റെ ശരീരം നശ്വര ശരീരമല്ല, അനശ്വരമായിട്ടുള്ള ശരീരം തന്നെയാണ് എന്നാണ് ഇവിടെ ശുകദേവ ഗോസ്വാമി പറയും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പ്രിയപ്പെട്ട പരീക്ഷത്തെ, ഭൗതിക ഗുണങ്ങൾ പൊതുവെ 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതെല്ലാം ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഈ 3 ഗുണങ്ങളും ഭഗവാനെ ഒരിക്കലും ബാധിക്കാറില്ല. പരീക്ഷത്തിന്റെ ചോദ്യം എന്താണ്? ഭഗവാൻ നിഷ്പക്ഷനാണോ അതോ ചിലവരുടെ പക്ഷം ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ ശത്രുവായിട്ട് കാണുന്നുണ്ട്? ഉദാഹരണത്തിന് ദേവേന്ദ്രന് ഓരോരോ ശത്രുക്കളുണ്ട്, അസുരന്മാര്. അന്നേരം അവരെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും ദേവേന്ദ്രന്റെ കൂട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഭഗവാനും അസുരന്മാരും ശത്രുക്കളായിട്ടാണോ? പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ എങ്ങനെയാ ഭഗവാനാകുന്നത്? യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആരുടെ പക്ഷവും ചേരാൻ പാടില്ല. ഭഗവാൻ നിഷ്പക്ഷനായിട്ട് നിൽക്കേണ്ടതല്ലേ എന്നാണ് പരീക്ഷന്റെ ചോദ്യം. അന്നേരം ഇവിടെ വീണ്ടും ശുകദേവ ഗോസ്വാമി എന്താ പറയുന്നത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതൊന്നും ഭഗവാനെ ബാധിക്കാറില്ല. ഭഗവാൻ അതീന്ദ്രിയനാണ്. 8ാമത്തെ ഇനി അടുത്ത പറയുന്നു, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇത് എത്ര കൂട്ടിയാലും ഇതൊന്നും ഭഗവാനെ ഒട്ടും ബാധിക്കാറില്ല എന്ന് വീണ്ടും വീണ്ടും ശുകദേവ ഗോസ്വാമി പറയുന്നു. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശുകദേവ ഗോസ്വാമി പറയുന്നു, ഭഗവാൻ ഈ 3 ഗുണങ്ങളും ബാധകമല്ല, അതൊരു പരമാർത്ഥമാണ്. പക്ഷെ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 3 ഗുണങ്ങളും ഒരേപോലെ കൂടുകയും കുറയുകയും ചെയ്യത്തില്ല. അതായത് സത്വഗുണം കൂടുമ്പോൾ രജോ ഗുണം, തമോ ഗുണം കുറയും. രജോ ഗുണം കൂടുമ്പോൾ സത്വഗുണം കുറയും, തമോ ഗുണം കുറയും. അന്നേരം ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നതേ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരേപോലെ 3 ഗുണങ്ങളും നിലനിൽക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഗുണമായിരിക്കും ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത്. നല്ലൊരു പോയിന്റാണ്, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശുകദേവ ഗോസ്വാമി പറയുന്നത്. ഈ 3 ഗുണങ്ങളും ഒരേപോലെ നിലനിൽക്കത്തില്ല. ഏതെങ്കിലും ഒരു ഗുണമായിരിക്കും ഏറ്റവും ശക്തമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരേപോലെ 3 ഗുണങ്ങളും കൂടുകയോ കുറയുകയോ ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു ഗുണമായിരിക്കും ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഋഷിമാർക്കും ദേവന്മാർക്കും അത് നന്മയ്ക്കായിട്ട് ഭവിക്കും. സത്വഗുണത്തിലാണ് ഋഷിമാരും ദേവന്മാരും നിലനിൽക്കുന്നത്. അതിലൂടെ അവർക്കൊരു ഊർജം ലഭിക്കും. അതേപോലെ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ആസുരിക ചിന്താഗതിയുള്ള വ്യക്തികൾക്ക് ഒരു ഊർജം ലഭിക്കും. ഇനി തമോ ഗുണം വർദ്ധിക്കുമ്പോൾ യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും അതൊരു ഊർജമാവും. അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള അളവിനനുസരിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായോ ഭക്തർക്ക്? അതായത് ഇപ്പോൾ നമ്മൾ സത്സംഗമൊക്കെ കേട്ട് നാമം ജപിച്ചിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നമുക്ക് സത്വഗുണമായിരിക്കും
കുറച്ച് പ്രിയപ്പെട്ടത്. അന്നേരം നമ്മൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ സത്സംഗമൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തിലായിരിക്കും. പിന്നെ പുറത്ത് എവിടെയെങ്കിലും ഈശ്വര വിശ്വാസം ഇല്ലാത്ത വ്യക്തികളുടെ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥതയായിരിക്കും. എത്ര പേർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് അധികം താല്പര്യമില്ലാത്ത, താല്പര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അമ്പലത്തിൽ പോകുന്നതും വരുന്നതുമല്ല, പ്രാക്ടിക്കലി ഭഗവാന്റെ സേവനം എന്തെങ്കിലും, അതായത് നാമജപം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ നമുക്കൊരു ഊർജം ലഭിക്കും, ഒരു സന്തോഷവും സമാധാനവും ലഭിക്കും. പക്ഷെ അതേ സമയത്ത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, അല്ലേ? അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇനി അതേപോലെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മളുമായിട്ട് ഇടപെടാനും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. കാരണം അവർ രജോഗുണത്തിലിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാത്വിക ചിന്താഗതി ഉള്ള, സാത്വിക പ്രവൃത്തിയുള്ള വ്യക്തികളുമായിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു ഊർജം കിട്ടത്തില്ല. അവർക്ക് ഊർജം കിട്ടുന്ന അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നില്ല. ഇനി തമോ ഗുണത്തിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന രാക്ഷസീയ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ. അവർക്ക് രജോഗുണവും പിടിക്കത്തില്ല, സത്വഗുണവും പിടിക്കത്തില്ല. ഇത്തരം 3 ഗുണങ്ങളുടെ പ്രഭാവത്തെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് 3 ഒരിക്കലും നിലനിൽക്കത്തില്ല, ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾ ആരെങ്കിലും ഭക്തരാക്കണമെങ്കിൽ അവരെ സത്വഗുണത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. അല്ലാതെ ഒരേ സമയത്ത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം ഒന്നിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. സാത്വിക ചിന്താഗതി വേറെ, സാത്വിക ആഗ്രഹങ്ങൾ വേറെ, സാത്വിക തീരുമാനങ്ങൾ വേറെ. രാജസിക തീരുമാനം, രാജസിക ആഗ്രഹം, താമസിക തീരുമാനം, താമസിക ആഗ്രഹങ്ങൾ, ഇതൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരേ സമയത്ത് ഇത് എത്ര ശ്രമിച്ചാലും നിൽക്കുക. ഭഗവാനെ ഇവിടെ ശുഖബ്രഹ്മ ഋഷി ശുഖദേവ് ഗോസ്വാമി പറയുകയാണ്, ഇത് ഒരുമിച്ച് നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താ പ്രശ്നം നമ്മുടെയൊക്കെ. അതുകൊണ്ട് രജോ ഗുണവും തമോ ഗുണവും വളരെ ശക്തമായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നമ്മുടെ ഗുണങ്ങൾ സാത്വികമായതുകൊണ്ട്, നിങ്ങളെല്ലാം സാത്വിക ഗുണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് സത്സംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അത്രത്തോളം താല്പര്യം തോന്നാത്തത് അവരുടെ ഉള്ളിൽ രജോ ഗുണവും തമോ ഗുണവും വളരെ ശക്തമാണ്. അങ്ങനെ ഭഗവാൻ പറയുന്നത് ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകം ത്രിഗുണങ്ങളുടെ ലോകമാണ്. അതുകൊണ്ട് ഒന്നുകിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഓരോ സ്ഥലങ്ങളിൽ സാത്വിക പൊതുവെ കുറവാണ്, കൂടുതലും രജോ ഗുണം ശക്തമായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ എല്ലാം ഉള്ളപ്പോൾ എന്ത് ചെയ്യും? വീട്ടിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ. ഹരേ കൃഷ്ണ. വലിയ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നമുക്ക് ലഭിക്കുന്ന ഊർജം എപ്പോഴും സത്വഗുണത്തിൽ നിന്നാണ്. അന്നേരം സാത്വിക ഭക്ഷണം, ഭഗവാൻ നിവേദിച്ച ഭക്ഷണം, നമ്മുടെ സാത്വിക ചിന്താഗതിയായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുക. മനസ്സിലായില്ലേ? അന്നേരം അതൊക്കെ ഉള്ളൂ നമുക്ക് ഊർജം. അന്നേരം രജോ ഗുണത്തിലുള്ളവർക്ക് കൂടുതലും അതേപോലുള്ള ഗുണങ്ങളുള്ള വ്യക്തികളുമായിട്ട് ആയിരിക്കും ഇടപെടാൻ കൂടുതൽ ഇഷ്ടം. തമോ ഗുണത്തിലുള്ള വ്യക്തികൾക്ക് അതേപോലുള്ള വ്യക്തി, രാക്ഷസീയ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ. ഇങ്ങനെയാണ് ഈ ലോകം. അന്നേരം ഭഗവാൻ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ ഗുണങ്ങളുടെ സാഹചര്യം, ആ ഗുണങ്ങളുടെ സോഴ്സ്, ആ ഗുണങ്ങൾ എവിടുന്ന് ലഭിക്കും എന്നുള്ളൊരു ബുദ്ധിയും വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും. നിനക്ക് ഇതല്ലേ ആഗ്രഹം, എങ്കിൽ ഈ സാധനം കിട്ടുന്നത് ഇവിടെയായിരിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ എന്തു പറയുന്ന വഴികൾ പറഞ്ഞു കൊടുക്കും അവരുടെ ഗുണങ്ങളനുസരിച്ച്. അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
അന്നേരം ഭക്തർക്ക് പൊതുവെ സത്വഗുണം ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റും. സാത്വിക ഭക്ഷണം ഇല്ല, സാത്വിക വ്യക്തികളുമായിട്ടൊരു ഇടപെടലില്ല, സാത്വിക പ്രവൃത്തികളില്ല, സത്സംഗമില്ല, ജപമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മനസ്സിനൊരു ഉന്മേഷം ലഭിക്കത്തില്ല. അതാണ് സംഭവിക്കുന്നത്. ഒരു രജോ ഗുണത്തിലുള്ള വ്യക്തികൾക്ക് രാജസിക പ്രവൃത്തികളിൽ എപ്പോഴും ഒരു ഉന്മേഷം ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ എപ്പോഴും ഓരോ വ്യക്തികളുടെ ഹൃദയത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശിവബ്രഹ്മർഷി, സർവവ്യാപിയായ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ഭഗവാന് നന്നായി വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞ വ്യക്തികൾ എല്ലാവർക്കും അത് തിരിച്ചറിയാൻ കഴിയും. ഭഗവാൻ എങ്ങനെയാണ്? ഏറ്റവും വലുതിൽ വെച്ച് ഏറ്റവും വലിയ വസ്തുവിലും ഭഗവാനുണ്ട്, ഏറ്റവും ചെറിയ വസ്തുവിലും ഉണ്ട്. ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം നൽകുന്നു. ഒരു തടിക്കകത്ത് അഗ്നി എപ്പോഴും ഉണ്ട്. ഒരു തടിയുടെ ഉള്ളിൽ അഗ്നി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു അഗ്നിയായിട്ടൊരു ബന്ധം കിട്ടുമ്പോൾ തന്നെ ആ തടി കത്തിത്തുടങ്ങും. അതുകൂടാതെ ഒരു മൺകുടത്തിനകത്ത് വെള്ളമുണ്ട് എന്നും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ ഒരു കുടത്തിനുള്ളിൽ ആകാശം എന്ന് പറയുന്ന ആ ഘടകമുണ്ട് എന്നും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക്, ഒരു ജീവാത്മാവ്, ഒരു മനുഷ്യൻ അസുര പ്രവൃത്തിയുള്ള വ്യക്തിയാണോ, ദൈവിക ഗുണങ്ങളുള്ള വ്യക്തിയാണോ എന്ന് ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് നല്ല ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികൾക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ഗുണങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ നിന്ന് ഇതും കൂടെ മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം ആ വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്ന്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ സത്വഗുണം ശക്തമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാന്റെ കാരുണ്യം ലഭിച്ചു എന്നാണ്. അത് സത്വഗുണത്തിൽ അധികം താല്പര്യമില്ല, അതിൻ്റെ അർത്ഥം ഭഗവാന്റെ അനുഗ്രഹം അധികം ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മാതാജി പറയുന്നത്, ഗുരുജി ഒരു സംശയമുണ്ട്, പൂർണ്ണമായും ഭഗവാൻ ആത്മാർപ്പണം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് പെട്ടെന്ന് നമുക്ക് കഴിയുമോ, അതോ ക്രമേണ കഴിയുകയുള്ളൂ? അത് ഒന്ന് വിശദീകരിക്കാമോ? അത് നമ്മുടെ തീരുമാനം അനുസരിച്ചാണ് മാതാജി. നമ്മൾ ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആണെന്ന് ഭഗവാന് ബോധ്യപ്പെടുന്നോ അതിനനുസരിച്ച് ഭഗവാൻ മുന്നോട്ട് അവസരങ്ങൾ നൽകും. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം അത് ഭഗവാന്റെ കാരുണ്യമാണ്. എത്രത്തോളം നമ്മുടെ ആഗ്രഹമുണ്ടോ അത്രത്തോളം അവസരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അന്നേരം നമുക്കറിയാം ഇത് പോരാ, ഇതിൽ നിന്നും കൂടുതൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പേ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടില്ല. അവസരങ്ങൾ ലഭിച്ചിട്ട് നമ്മൾ അതിനെ നിരസിച്ച് അല്ലെങ്കിൽ ഉഴപ്പ് കാണിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മുടക്ക് വരുന്നത്. അന്നേരം ഇപ്പോൾ ലഭിച്ച അവസരത്തിൽ നമ്മൾ മാക്സിമം ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക, എന്നിട്ട് നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് പോയി സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുക, എഫേർട്സ് ഇടുക. അന്നേരം ആ ഒരു പരിശ്രമം ഭഗവാൻ കാണുമ്പോൾ ഭഗവാന് ബോധ്യപ്പെടും, ഈ വ്യക്തി, ഞാൻ കൂടുതൽ ഈ വ്യക്തിക്ക് സമയം കൊടുത്താലും അവസരങ്ങൾ കൊടുത്താലും ആ വ്യക്തി ആ സമയത്തെയോ അവസരത്തെയോ ദുരുപയോഗം ചെയ്യത്തില്ല, എനിക്ക് വേണ്ടി കൂടുതൽ സേവനം ചെയ്യും എന്ന് ഭഗവാന് ബോധ്യപ്പെടുമ്പോൾ ഭഗവാൻ കൂടുതൽ സമയം നൽകും, അവസരങ്ങളും നൽകും, കഴിവും നൽകും. ഇപ്പോൾ നമുക്ക് സമയമില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ നമുക്ക് സമയം നൽകുന്നില്ല. കാരണം എന്താ? നമുക്ക് സമയം ലഭിച്ചപ്പോഴെല്ലാം നമ്മൾ ഭഗവാൻ ആ സമയത്തെ ദുരുപയോഗം ചെയ്തു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമയത്തെ സദുപയോഗം ചെയ്യുക. എല്ലാവർക്കും ലഭിക്കുന്ന 24 മണിക്കൂറാണ്.
ആ 24 മണിക്കൂറിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് അധികം സമയം കളയാതെ എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കൂടുതൽ സമയവും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. എന്താണ് സേവനം? നവവിധ ഭക്തി, ശ്രവണം, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, കീർത്തനം, ഭഗവാനെക്കുറിച്ച് നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുക, സ്മരിക്കുക, ഭഗവാന്റെ സ്മരണ, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക. സത്വത്തിൽ രജോ തമോ ഗുണങ്ങളുണ്ടല്ലോ, അത് പറയാമെന്നേ തീർച്ചയായും പറയാം. അങ്ങനെ നവവിധ ഭക്തി, സ്മരണ, പാദസേവന, അർച്ചന, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഇത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ചെയ്യുക. അന്നേരം നമ്മൾ സത്വഗുണത്തിൽ ഇരുന്നാലും നമ്മുടെ ഉള്ളിലുള്ള രജോ ഗുണം ഇങ്ങനെ പൊങ്ങി വരും, തമോ ഗുണം പൊങ്ങി വരും. അതാണിപ്പോൾ ഒരു മാതാജി പറഞ്ഞ സത്വത്തിൽ രജോ തമോ ഗുണങ്ങളുണ്ടല്ലോ. അന്നേരം പല പല മിശ്രിതമായിട്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും ഏത് ഗുണമാണ് ഏറ്റവും പ്രോമിനൻറ്റ്, ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക. അന്നേരം നമ്മൾ സാത്വിക ഗുണത്തിൽ ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലെ ഇത്രയും കാലത്തെ വാസനകൾ നമ്മുടെ ഉള്ളിലെ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും പൊക്കിക്കൊണ്ടുവരും. പക്ഷെ എന്നാലും ആ സത്വശക്തി കൊണ്ട് ആ രജോ ഗുണത്തെയും തമോ ഗുണത്തിനെയും നമ്മൾ അടിച്ചമർത്തണം. നമ്മുടെ ഉള്ളിലെ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും വർദ്ധിപ്പിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ഉള്ളിലെ രജോ ഗുണം ചുറ്റും രജോ ഗുണത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ രജോ ഗുണം ശക്തമാകും. അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടി. ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിലെ താഴ്ന്ന ഗുണങ്ങളെ വലുതാക്കാൻ ശ്രമിക്കും, ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അന്നേരം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ദൂരെ നിൽക്കുക, അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും ദൂരെ നിൽക്കുക, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നും ദൂരെ നിൽക്കുക. കാരണം അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ചുറ്റും വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ ആക്ടിവേറ്റ് ആവും. ആ ഗുണങ്ങൾ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയും പ്രവൃത്തിയും ആഗ്രഹങ്ങളും എല്ലാം അതിനനുസരിച്ചായി മാറും. അതുകൊണ്ടാണ് നമ്മൾ സാത്വിക ചിന്തകളെ വളർത്തണം, അതിന് സത്സംഗം കേൾക്കണം, വായിക്കണം. വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഭുപാദ്ജിയുടെ ഗ്രന്ഥങ്ങൾ എത്രത്തോളം വായിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്സംഗം കേൾക്കുന്നതിനോടൊപ്പം തന്നെ കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പ്രഭുപാദ്ജിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം. ശ്ലോകങ്ങൾ മാത്രമല്ല, പ്രഭുപാദ്ജിയുടെ ഭാവാർത്ഥം, പ്രഭുപാദ്ജി എഴുതിയ വചനങ്ങളെ വായിക്കണം. കാരണം നമ്മൾ സംസ്കൃത ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് കൊണ്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകത്തില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ബുദ്ധി സ്ട്രോങ് ആവുന്നത്. നമ്മുടെ ബുദ്ധി സാത്വികമായി കഴിഞ്ഞാൽ മനസ്സ് സാത്വികമാകും, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി സാത്വികം. ബുദ്ധി സാത്വികമാണ്. സാത്വിക ബുദ്ധി, ദുർബുദ്ധി, സദ്ബുദ്ധി എന്നൊക്കെ പറയത്തില്ലേ. അന്നേരം നമ്മുടെ ബുദ്ധി രജോ ഗുണത്തിലാണ്, രജോ ഗുണവും തമോ ഗുണവുമാണ്. അതുകൊണ്ട് ആ ബുദ്ധി എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് രാജസിക ഓപ്ഷൻസും താമസിക ഓപ്ഷൻസും ആയിരിക്കും. അന്നേരം അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇവിടെ പറയുന്നു, അന്നേരം നല്ലപോലെ അറിവുള്ള വ്യക്തി ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി ഏത് ഗുണത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ശുകദേവ ഗോസ്വാമി ഇവിടെ പറയുന്നു. അടുത്ത 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ വ്യത്യസ്ത ശരീരങ്ങളെ ഓരോ ജീവാത്മാക്കൾക്കും നൽകുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ സ്വഭാവം അനുസരിച്ച്, അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുസരിച്ച്. സ്വഭാവം, അതായത് ഭാവം എന്ന് പറഞ്ഞാൽ ബോധം, അവരുടെ ബോധം അനുസരിച്ചും അവരുടെ വാസനകൾ, അവരുടെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ചും ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള ഗുണങ്ങൾക്കനുസരിച്ച് ഉള്ള ശരീരമാണ് അവർക്ക് നൽകുന്നത്. അതിനനുസരിച്ചുള്ള സൃഷ്ടിയും നിലനിൽപ്പും സംഹാരവും ഭഗവാൻ ചെയ്യുന്നു. സത്വഗുണത്തെ ഉപയോഗിച്ച് നിലനിർത്തുന്നു, രജഗുണത്തെ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നു, തപഗുണത്തിനെ ഉപയോഗിച്ചു എല്ലാം സംഹരിക്കുന്നു ഭഗവാൻ.
അടുത്ത ഇവിടെ പറയുന്നു, പരീക്ഷത്തെ സർവചരാചരങ്ങളുടെയും നിയന്താവായ ഭഗവാൻ ഭൗതിക ശക്തിയുടെയും ആധ്യാത്മിക ശക്തിയുടെയും നിയന്താവാണ്. അദ്ദേഹം തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതും കാലശക്തിയായിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിനെ നിലനിർത്തുന്നതും. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ പിടിച്ചു നിർത്തുന്നത് ഈ പ്രപഞ്ചത്തെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെയാണ് കാലശക്തി. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരിക്കലും കാലചക്രത്തിൻ്റെ അകത്ത് വരുന്നില്ല. ഭഗവാൻ ഒരിക്കലും ഭൗതിക ശക്തിയുടെ ഉള്ളിൽ വരുന്നില്ല. കാരണം ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ടൈം എന്ന് പറയുന്ന ആ ഒരു ശക്തിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. സമയം ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. ആൾക്കാർ ഈശ്വരനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സമയത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. സമയം സമയത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാലാവസ്ഥ തന്നെ എപ്പോഴും ആകണമെന്നില്ല. സമയം കഴിയുമ്പോൾ കാലാവസ്ഥ തീരും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാലാവസ്ഥ വരും. നമ്മുടെ ശരീരം എപ്പോഴും അനുകൂലമായിട്ടിരിക്കുന്ന സമയമായിരിക്കത്തില്ല, പ്രതികൂലമാകും. ശരീരത്തിന് ഓരോരോ രോഗങ്ങൾ വരും. നമുക്ക് എപ്പോഴും നന്മ തന്നെ ലഭിക്കണമെന്നില്ല, തിന്മ ലഭിക്കും. നമുക്ക് ചില ആൾക്കാർ നമ്മളെ സ്തുതിക്കും, നിന്ദിക്കും. ഇതെല്ലാം സമയത്തിനെ ഉപയോഗിച്ച് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും 84 ദശലക്ഷം ജീവിവർഗങ്ങളെയും ഈ 14 ലോകങ്ങളെയും ഭഗവാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ആ സമയം എന്ന് പറയുന്ന കാലചക്രം, ആ ശക്തി, അതാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ സമയം ഈ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം അവസാനത്തിലേക്ക്, നാശത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു ശുകദേവ് ഗോസ്വാമി, പരീക്ഷത്തെ ഈ സമയം സത്വഗുണത്തിനെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കും. ഭഗവാൻ സർവചരാചരങ്ങളുടെയും നിയന്താവാണെങ്കിലും ഭഗവാൻ എപ്പോഴും ദേവന്മാരെ സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ട്? അവർ സത്വഗുണത്തിലാണ്. അന്നേരം അസുരന്മാര് തമോ ഗുണത്തിലാണ്. അതുകൊണ്ടാണ് അവരെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ സമയത്തെ ഉപയോഗിക്കുന്നു. സമയം സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഏത് ഗുണത്തിൻ്റെയാണോ ആവശ്യം, ഇപ്പോൾ സൃഷ്ടി മുന്നോട്ട് പോകണമെങ്കിൽ സത്വഗുണത്തിൻ്റെ ആവശ്യമുണ്ട്, നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. അതുകൊണ്ട് ആസുരിക ഗുണങ്ങളുള്ള വ്യക്തികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സൃഷ്ടി പെട്ടെന്ന് നശിക്കും. അതുകൊണ്ട് തമോ ഗുണത്തിനെ ഭഗവാൻ നശിപ്പിക്കുന്നു. തമോ ഗുണത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള അസുരന്മാരെ നശിപ്പിക്കും. പിന്നെ സൃഷ്ടി അവസാനിക്കാറായി, എല്ലാം നശിക്കേണ്ടതാകുമ്പോൾ ഭഗവാൻ അവിടെ സാത്വിക ഗുണത്തെ കൊണ്ടുവരത്തില്ല, തമോ ഗുണത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? അന്നേരം സമയമനുസരിച്ച് ഭഗവാൻ എല്ലാം ചെയ്യും. അപ്പോൾ ഇത് കലിയുഗമാണ്, നശിപ്പാളി ലോകമാണ്, നശിപ്പാളി സമയമാണ്, നശിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ഭഗവാൻ തമോ ഗുണപ്രവർത്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും പല രീതിയിലും. കാരണം അവസാനിക്കാറായി. പക്ഷെ അതേ സമയത്ത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സാധുജനങ്ങൾക്ക് ഈ കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് സാത്വിക പ്രവർത്തികൾ ചെയ്യാനുള്ള വഴിയും ഭഗവാൻ പറഞ്ഞു. ഇതൊരു ചക്രമാണ്. എല്ലാ ദിവസവും ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ തന്നെ 1 മണി, 2 മണി, 3 മണി, 4 മണി, അങ്ങനെ 9, 10, 11, 12, വീണ്ടും 1 മണി, 1, 2 മണി. അതേപോലെ ഇത് ഭഗവാന്റെ ഒരു ക്ലോക്കാണ്, കാലശക്തിയാണ്. സമയത്തിനനുസരിച്ചാണ് ഭഗവാൻ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ സാത്വിക സമയമാണോ എന്ന് ഭഗവാൻ ചിന്തിക്കും. അന്നേരം സാത്വിക സമയം, ഇപ്പം സാത്വിക പ്രവൃത്തികളെ എൻകറേജ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുമ്പോൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള വ്യക്തികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഭഗവാൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാൻ ആരുടെയും പക്ഷത്തിലല്ല, ആർക്കും എതിരെയല്ല. ഭഗവാൻ എല്ലാം മാനേജ് ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്?
ശുകദേവ് ഗോസ്വാമി പറയുന്നു. ഇനി 13ാമത്തെ ശ്ലോകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. ആര്? ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിനോട് പറഞ്ഞു. കാരണം പരീക്ഷത്തിന്റെ ഒരു ചോദ്യമായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ഭഗവാൻ നിഷ്പക്ഷനാണോ അതോ ഏതെങ്കിലും പക്ഷത്ത് ചേരുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു, ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ യജ്ഞം ചെയ്യുകയാണ്. ആ സമയത്ത് ആ രാജസൂയ യജ്ഞം നടക്കുന്ന അതേ സമയത്ത് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷിയെടുത്ത് യുധിഷ്ഠിര മഹാരാജാവ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഭഗവാൻ എപ്പോഴും നിഷ്പക്ഷനാണോ അസുരന്മാരെ കൊല്ലുമ്പോഴും? ഇതിനെക്കുറിച്ച് ഒരു ഉത്തമ ഉദാഹരണവും നൽകി എന്ന് ആര് പറയുന്നു? ശുകബ്രഹ്മർഷി. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുകയാണ് ഇവിടെ ശുകദേവ് ഗോസ്വാമി. രാജസൂയയജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡുപുത്രനായ യുധിഷ്ഠിരൻ സ്വയം കണ്ടു ശിശുപാലനെ ഭഗവാൻ കൊന്നു. ശിശുപാലന്റെ ആത്മാവ് ഭഗവാന്റെ ആധ്യാത്മിക ശരീരത്തിലേക്ക് ലയിക്കുമായിട്ട് യുധിഷ്ഠിരൻ കണ്ടു. ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. എന്നിട്ട് നാരദ മഹർഷിയെടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നാരദ മഹർഷി അവിടെ പറയുകയാണ്. എന്തായിരുന്നു യുധിഷ്ഠിരന്റെ ചോദ്യം? നമുക്ക് കേൾക്കാം. നാരദ മഹർഷി, ഇത് എനിക്ക് കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നുന്നു. ശിശുപാലനെ പോലെ ഇത്രയും വലിയ അസുരനായിട്ടും ആ ഇത്രയും വലിയ അസുരനായ ശിശുപാലൻ ഭഗവാനെ ഇത്രയും ദ്രോഹിച്ച, ഭഗവാനെ ഇത്രയും വിഷമിപ്പിച്ച, ഭഗവാനെ കുറിച്ച് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ആ ശിശുപാലന് ഭഗവാന്റെ ശരീരത്തിൽ ലയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ സായുജ്യ മുക്തി ലഭിച്ചിരിക്കുന്നു. വലിയ വലിയ ഋഷിമാർക്ക് പോലും അസാധ്യമാണ് ഈ സായുജ്യം. അത് പിന്നെ എങ്ങനെയാണ് ഒരു ശത്രുവിന് ലഭിച്ചത് എന്നാണ് ചോദ്യം. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ശിശുപാലന് ഇത്രയും വലിയ കാരുണ്യം ഭഗവാൻ കൊടുത്തത്? ഇതിനെക്കുറിച്ച് പറയുന്നു. ഇതിനു മുമ്പേ ഇതേപോലെ വളരെ ആസുരിക പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, വേണൻ എന്ന് പറയുന്നത്. അവനും വലിയ നിരീശ്വരവാദിയായിരുന്നു. അവസാനം എല്ലാ ബ്രാഹ്മണരും കൂടെ ചേർന്ന് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി. അതേപോലെ തന്നെ ശിശുപാലനും യഥാർത്ഥത്തിൽ നരകത്തിൽ പോകേണ്ട ആളല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവന് സായുജ്യം ലഭിച്ചത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവിടെ പറയുന്നു, കുട്ടിക്കാലം മുതലേ അവന് നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. ആർക്ക്? ശിശുപാലന്. അന്നേരം ദമാഘോഷ് എന്ന് പറയുന്ന രാജാവിന്റെ മകനായിരുന്നു ശിശുപാലൻ. അന്നേരം ശിശുപാലന് നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും അറിയാത്ത ആ പ്രായം മുതലേ ഭഗവാനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. മരണം വരെ അതേ ദ്വേഷഭാവമാണ് അവൻ പുലർത്തിയിരുന്നത്. അതുകൂടാതെ അവന്റെ സഹോദരനായ ദന്തവക്രൻ അതേപോലെ ഭഗവാനോടുള്ള ശത്രുതയുണ്ട്. ഈ ശിശുപാലനും ദന്തവക്രനും എപ്പോഴും ഭഗവാനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിട്ടും അവരെപ്പോഴും ആരോഗ്യവാനായിട്ട് തന്നെ ഇരുന്നു. അവർക്കൊരിക്കലും കുഷ്ഠരോഗം ബാധിച്ചില്ല. അവരുടെ നാവ് അടഞ്ഞു പോയില്ല. അതുകൂടാതെ അവർ നരകത്തിലും പോയില്ല. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നുന്നു എന്ന് യുധിഷ്ഠിരൻ പറയുന്നു. അന്നേരം ശിശുപാലനെ പോലെയും ദന്തവക്രനെയും പോലെ ഇത്രയും നീചനായിട്ടുള്ള വ്യക്തികൾ, അവർക്ക് എങ്ങനെയാണ് സായുജ്യം ലഭിച്ചത്? വലിയ വലിയ ഋഷിമാർക്ക് പോലും അസാധ്യമായിട്ടുള്ള ഈ കാര്യം എങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ഇത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സംശയം തോന്നുന്നു.
നമ്മൾ ഒരുപാട് അത്ഭുതം തോന്നുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അതുകൊണ്ട് അങ്ങ് കാരുണ്യപൂർവ്വം നാരദ മഹർഷി, അങ്ങേക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ശുഖബ്രഹ്മ ഋഷി പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ നാരദ മഹർഷി, സർവചരാചരങ്ങളുടെയും ഏറ്റവും ശക്തനായിട്ടുള്ള ആധ്യാത്മിക ഗുരു, അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹം വളരെ സന്തോഷിച്ചു. എന്നിട്ട് എല്ലാവരും ഇരിക്കെ അദ്ദേഹം പറഞ്ഞു, നാരദ മഹർഷി പറഞ്ഞു തുടങ്ങി, യുധിഷ്ഠിര, അപമാനം, സ്തുതി, വഴക്ക് പറയുന്നത്, ബഹുമാനം, ഇതെല്ലാം അജ്ഞാനത്താലാണ് ഒരു വ്യക്തി അനുഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. അതായത് നമ്മളെ ആരെങ്കിലും സ്തുതിക്കുകയാണെങ്കിലും അപമാനിക്കുകയാണെങ്കിലും സ്തുതിയായിട്ട് കാണുന്നു, അപമാനമായിട്ട് കാണുന്നു. ആരെങ്കിലും നമുക്ക് ബഹുമാനപ്പെട്ട ഒരു ബഹുമതി എന്തെങ്കിലും നൽകി, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അപമാനിക്കുന്നതിൻ്റെ ഏറ്റവും മോശമായിട്ട് അപമാനിച്ചു, അന്നേരം സ്തുതിയായിട്ട് നമ്മൾ കാണുന്നതും നിന്ദയായിട്ട് കാണുന്നതും ബഹുമതിയായിട്ട് കാണുന്നതും അപമാനമായിട്ട് കാണുന്നതും നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അതായത് നാരദ മഹർഷി പറയുന്നത്, സ്തുതിയായിട്ട് കാണരുത്, അപമാനമായിട്ട് കാണരുത്. ഒരാൾ നമ്മളെ അപമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപമാനിതരായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അപമാനിതരായി. ഒരാൾ നമ്മളെ സ്തുതിക്കുമ്പോൾ നമ്മളെ സ്തുതിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്തുതി ലഭിച്ചു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അന്നേരം ബഹുമാനമാണെങ്കിലും അപമാനമാണെങ്കിലും ഇത് അജ്ഞാനത്താലാണ് നമ്മളത് ചിന്തിക്കുന്നത് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഈ ശരീരം, ബദ്ധാത്മാക്കളുടെ ഈ ശരീരം, ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നു, ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾ. നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല ഈ ശരീരം. നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മൾ ഈ ശരീരത്തിൽ തുടരേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ ആത്മാവിന് ആസ്വദിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം കാലം ഭൗതിക ലോകത്തെ ആസ്വദിക്കാൻ താല്പര്യമുണ്ടോ അത്രത്തോളം കാലം ഈ ശരീരത്തിൽ തുടർന്നേ പറ്റൂ. അന്നേരം ഇവിടെ പറയുന്നു, ഒരു ജീവാത്മാവിന്റെ ശരീരത്തെ ഭഗവാന്റെ ശക്തിയായ മായാദേവിയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ യാതന അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയാൻ മനസ്സിലായി എന്നിവിടെ നാരദ മഹർഷി പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ശരീരം, ബദ്ധാത്മാക്കളുടെ ഈ ശരീരത്തെ മായാദേവി സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ യാതന അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അസൂയ തോന്നും. അസൂയ തോന്നുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ക്ലേശം കൊണ്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനം കിട്ടിക്കഴിഞ്ഞാൽ അസൂയ തോന്നും. അതിൽ നമ്മൾ ദുഃഖിതരായിട്ടിരിക്കേണ്ടി വരും. ഇനി ആരെങ്കിലും അപമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. ആ അപമാനത്തെ ലെവലാക്കാനും അത് യഥാർത്ഥത്തിൽ ഞാനല്ല അത് ചെയ്ത് നമ്മുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ വീണ്ടും ക്ലേശം അനുഭവിക്കുന്നു. എന്തായാലും ക്ലേശം ഉറപ്പാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് എപ്പോഴും ക്ലേശം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ലേശപൂർണമാണ് ഈ ശരീരം, യാതനാപൂർണമാണ് ഈ ശരീരം. ഈ ശരീരത്തിലൂടെ നമുക്ക് എപ്പോഴും യാതന മാത്രമേ ലഭിക്കൂ എന്ന് നാരദ മഹർഷി പറയുന്നു. അന്നേരം ആദ്യത്തെ ചോദ്യം യുധിഷ്ഠിരന്റെ എന്താണ്? ഇത്രയും ഭഗവാനെ അപമാനിച്ചൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ലാഭം ലഭിച്ചത്? അന്നേരം
നാരദ മഹർഷി പറയുന്ന ആദ്യം ഈ ബഹുമതി, അപമാനം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മാറ്റണം. കാരണം ഈ ബഹുമാനം, ബഹുമതി, അംഗീകാരം, അപമാനം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് ശരീരബോധം ഉണ്ടായതുകൊണ്ടാണ്. എന്നിട്ട് ഈ ശരീരം നമുക്ക് യാതന തരാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കൂ യുധിഷ്ഠിര എന്ന് നാരദ മഹർഷി പറയുന്നു. അതിനുശേഷം പറയുന്നത് എന്താണ്? യുധിഷ്ഠിര, ബദ്ധാത്മാക്കൾ ശരീരസങ്കല്പത്തിൽ ഇരിക്കുന്നിടത്തോളം, ശരീരസങ്കല്പത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് വാക്കാണ്. ഈ ശരീരത്തെ നമ്മളായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. ബദ്ധാത്മാവ് എത്രത്തോളം കാലം ഈ ശരീരസങ്കല്പത്തിൽ ഇരിക്കുന്നോ, ആ സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരം ഞാനാണെന്ന് ചിന്തിക്കുന്നുവോ, എന്നിട്ട് ഈ ശരീരമായി ബന്ധപ്പെട്ട് എല്ലാം എൻ്റേതാണെന്ന് ചിന്തിക്കുന്നുവോ, എത്രത്തോളം കാലം ഇങ്ങനെ ചിന്തിക്കുന്നുവോ അത്രത്തോളം കാലം അവന് ദ്വന്ദ്ങ്ങൾ നേരിടേണ്ടി വരും. സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ചൂട്, തണുപ്പ്, മാനം, അപമാനം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം കാലം ശരീരത്തെ ഞാനാണെന്ന് കരുതുന്നു, ശരീരമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റേതാണെന്ന് കരുതുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ശരീരം എന്തിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്ക് വേദന നൽകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ശരീരം. ബദ്ധാത്മാക്കളുടെ ശരീരം. ബദ്ധാത്മാക്കളുടെ ശരീരത്തെ മായാദേവി ജീവാത്മാവിന് നൽകിയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? യാതന കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം. ഇപ്പോ നാട്ടിലായിരുന്നപ്പോൾ വലിയ നീരൊക്കെ ആയിരുന്നു കാലിലെ. അന്നേരം ഇവിടെ വന്ന് കുറച്ചൊക്കെ ആയപ്പോഴത്തേക്ക് മരുന്നൊക്കെ കഴിച്ച് കാലിലെ നീര്. അന്നേരം കയ്യിലൊരു ചെലന്തി കടിച്ചു. അതിന് വേറെ മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ ദേഹം മുഴുവൻ ചൂട്, ഭയങ്കര ചൂടിന്റെ തളർച്ച. ഹരേ കൃഷ്ണ. അന്നേരം ഇതെല്ലാം ഒന്നും ശരിയാകുമ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഇത് മാത്രമേ ലഭിക്കൂ. എന്താണ്? എന്തെങ്കിലും ഈ ശരീരം എന്ന് പറഞ്ഞാൽ ക്ലേശം നൽകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിലൂടെ നമുക്കൊരു സുഖം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ആര് പറയുന്നത്? നാരദ മഹർഷി പറയുന്നത്. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജനോട് പറയാണ്, നമ്മൾ എത്രത്തോളം കാലം ഈ ശരീരത്തെ നമ്മളായി കരുതുന്നു, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമ്മുടേതായിട്ട് കാണുന്നു, ശരീരം ഞാനാണെന്ന് ചിന്തിക്കുന്നു, ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എൻ്റേതാണെന്ന് ചിന്തിക്കുന്നു, എത്രത്തോളം സ്വാമിജിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്താ? നമ്മുടെ എല്ലാവരുടെയും കാര്യം പൊക്കാണ്. അതുകൊണ്ട് ഓടി രക്ഷപ്പെടും. പ്രതീക്ഷകൾ വെക്കരുത്. അന്നേരം ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ എത്രത്തോളം കാലം ഈ ശരീരബോധത്തിൽ ഇരിക്കുന്നുവോ, ശരീരത്തെ നമ്മളായി കരുതുന്നുവോ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും എൻ്റേതായിട്ട് കരുതുന്നുവോ, അത്രത്തോളം കാലം ഈ ദ്വന്ദ്ങ്ങൾ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖം, ദുഃഖം, മാനം, അപമാനം ഇതേ നമ്മളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? പ്രധാന പ്രശ്നം എന്താണ്? ശരീരബോധത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ആ ശരീരബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത 25ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നു, ഈ ശരീരബോധം ഉള്ളപ്പോൾ ഒരു ബദ്ധാത്മാവ് എന്താണ് ചിന്തിക്കുന്നത്? ശരീരം നശിക്കുമ്പോൾ വ്യക്തിയും നശിച്ചു. ഭഗവാൻ സർവശക്തനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്.
ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ്, സർവചരാചരങ്ങളുടെയും പരമാത്മാവാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഭൗതിക ശരീരമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും സ്തുതിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം എന്താ? ഇത് രണ്ടും അദ്ദേഹത്തിന് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളും ഇല്ല, സുഹൃത്തുക്കളും ഇല്ല. ഭഗവാൻ എപ്പോഴെങ്കിലും ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ, ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നന്മയ്ക്കും കൂടെയാണ്. ഒരു ഭക്തരുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കുന്നതും ആ ഭക്തന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ ഒരുപാട് സന്തോഷം തോന്നാറില്ല. ആരെങ്കിലും ഭഗവാനെ കുറ്റം പറയുമ്പോൾ ഭഗവാൻ വിഷമവും തോന്നാറില്ല. അതുകൊണ്ട് 26-ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നു, അതുകൊണ്ട് ശത്രുതാഭാവത്തിലോ അല്ലെങ്കിൽ ഭക്തിയുത ഭാവത്തിലോ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ അതോ കാമത്താലോ അതോ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബദ്ധാത്മാവ് എങ്ങനെയെങ്കിലും മനസ്സിനെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ നിറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഒന്നു തന്നെയായിരിക്കും എന്ന് പറയുന്നു. കാരണം ഭഗവാൻ ഒരിക്കലും ആരോടും ശത്രുതയില്ല, അടുപ്പമില്ല. ഭഗവാനെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നാരദ മഹർഷി പറയുന്നു. വീണ്ടും നാരദ മഹർഷി തുടർന്നു, നാരദ മഹർഷി പറയുന്നു, സാധാരണ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ തീവ്രതയോടുകൂടിയാണ് ഭഗവാനോട് ശത്രുതാഭാവം പുലർത്തുന്ന വ്യക്തികൾ ഭഗവാനെ സ്മരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പം നമുക്ക് ആരോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കാട്ടി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ എതിർപ്പുള്ള വ്യക്തിയായിരിക്കും, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അടുത്തൊരു ഉദാഹരണം പറയുന്നു. ഒരു പുഴുവിനെ ഒരു വണ്ട് ആ വണ്ടിൻ്റെ ഒരു ഒരു മാളത്തിനുള്ളിൽ ഒരു ചെറിയൊരു മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആ ഒരു സുഷിരത്തിനുള്ളിൽ കൊണ്ടുവയ്ക്കും, അതിനെ ആഹാരമായിട്ട് ഭക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് ഉള്ളിലിരിക്കുമ്പോഴും എപ്പോഴും ആ വണ്ടിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം അകത്തിരിക്കുന്ന പുഴുവും ആ വണ്ടായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ഒരു ജീവാത്മാവ് എങ്ങനെയെങ്കിലും ഭഗവാനെക്കുറിച്ച് സ്മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എന്താവും? ഭഗവാനെക്കുറിച്ച് സ്മരിച്ച് എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനാവുകയും, അങ്ങനെ അത് ഭക്തിയോടുകൂടിയാണെങ്കിലും ശത്രുതാഭാവത്തിലൂടെയാണെങ്കിലും എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അതേപോലെയുള്ള ഒരു ഭാവം, ഭഗവാന്റെ അതേപോലുള്ള ഒരു ശരീരം നമുക്കും ലഭിക്കുമെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് അടുത്തത് നാരദ മഹർഷി പറയുന്നു, ഒരുപാട് വ്യക്തികൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായി ഭഗവാന്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ശത്രുതാഭാവത്തിലാണെങ്കിലും ഭയഭക്തിയോടുകൂടിയാണെങ്കിലും അതോ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാനോട് ഒരു കാമം തോന്നിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇനി നാരദ മഹർഷി പറയുന്നു, ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു നൽകാം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നാരദ മഹർഷി പറയുന്നു, യുധിഷ്ഠിര,
ഗോപികമാർക്കെല്ലാം ഭഗവാനോട് കാമുകൻ എന്നുള്ളൊരു ഭാവമായിരുന്നു. അവർക്കെല്ലാം കൃഷ്ണനെ കാമുകനായിട്ട് കാണുകയായിരുന്നു. കംസനാണെങ്കിൽ കൃഷ്ണനോട് എപ്പോഴും ഭയമായിരുന്നു. ശിശുപാലിനും മറ്റ് രാജാക്കന്മാർക്കും ഭഗവാനോട് എപ്പോഴും ഒരു അസൂയ ദ്വേഷഭാവമാണ്. യദുക്കൾക്കാണെങ്കിൽ സ്വന്തം കുടുംബാംഗം എന്നുള്ളൊരു സ്നേഹമാണ്. ഇതേപോലെ തന്നെ പാണ്ഡവരായ നിങ്ങൾക്കും ഭഗവാനോട് ഒരുപാട് അടുപ്പമുണ്ട്. ഇനി നമ്മളെപ്പോലുള്ള സാധുജനങ്ങൾ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 32ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നു, എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാന്റെ രൂപത്തെ സ്മരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചെത്തണമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, നിരീശ്വരവാദികളായ വേണനെ പോലുള്ള രാജാക്കന്മാർ അവർക്ക് ഭഗവാനെ സ്മരിക്കുന്നില്ലായിരുന്നു. അവർക്ക് ശത്രുതാഭാവം ഭഗവാനോട് ഉണ്ടെങ്കിൽ പോലും അവർ ഭഗവാനോട് സ്മരിക്കുന്നില്ലായിരുന്നു. പക്ഷെ കംസനെ ശിശുപാലനെയുള്ള വ്യക്തികൾ ശത്രുതാഭാവത്തിലും ഭഗവാനെ സ്മരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വേണന് മുക്തി ലഭിക്കാഞ്ഞത് എന്ന് പറയുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ, നല്ല രീതിയിൽ അല്ലെങ്കിൽ ശത്രുതാഭാവത്തിലെങ്കിലും നമ്മൾ ഭഗവാനെ സ്മരിക്കണമെന്നാണ്. എന്നാലോചിച്ചോ, നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് ഭഗവാനായിട്ട് അധികം അടുപ്പവും ഇല്ല, ശത്രുതയും ഇല്ല. നമ്മൾ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. ഒന്നുകിൽ ഭഗവാനുമായിട്ട് അങ്ങേയറ്റം അടുപ്പം വേണം, ആ രീതിയിൽ ഭഗവാനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഭഗവാനോട് ഒരു ശത്രുതാഭാവമെങ്കിലും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ത്രിശങ്കുവിനെ പോലെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്, അല്ലേ? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, നാരദ മഹർഷി പറയുന്നു, പാണ്ഡവരിൽ ശ്രേഷ്ഠനായവനെ, നിങ്ങളുടെ തന്നെ ബന്ധുക്കളായ ശിശുപാലനും ദന്തവക്രനും അവര് രണ്ടുപേരും ഭഗവാന്റെ പാർഷദരായിരുന്നു. അവർക്ക് ബ്രാഹ്മണനിൽ നിന്ന്, കുറച്ച് ബ്രാഹ്മണ ഋഷിമാരിൽ നിന്നും ശാപം ലഭിച്ചു. അങ്ങനെ അവർ വൈകുണ്ഠത്തിൽ നിന്നും ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് ആദ്യം എന്താ പറഞ്ഞത് നാരദ മഹർഷി? ഈ അപമാനം, ബഹുമതി, ഇതൊക്കെ ശരീരബോധം ഉള്ളവർക്കേ ഉള്ളൂ. ഭഗവാന് ഭൗതിക ശരീരമില്ല, ആധ്യാത്മിക ശരീരമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ബഹുമാനം, ബഹുമതി എന്നൊക്കെ തോന്നുന്ന എല്ലാം അജ്ഞാനത്താലാണ്. അതുകൊണ്ട് അതെന്തായാലും മാറണം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ ആരെങ്കിലും കൊന്നാലും അതും ഭഗവാൻ അവരോട് ചെയ്യുന്ന കാരുണ്യമാണ്. കാരണം എന്താ? ഇതിനു മുമ്പേ ആദ്യത്തെ കാര്യം ഓർക്കുക, ഭഗവാൻ ഗുണങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്, അല്ലേ? പിന്നെ ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ സ്മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ശത്രുതാഭാവത്തിലെങ്കിലും ഭഗവാനെ സ്മരിക്കുക എന്നതാണ്. അതിലൂടെയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിശുപാലനും ദന്തവക്രനും സാധാരണ വ്യക്തികളല്ല. അവർ ആസുരിക രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഭഗവാന്റെ പാർഷദരാണ് എന്ന് പറഞ്ഞു. അവരൊരു ശാപത്താലാണ് ഈ ലോകത്തിൽ വന്നത് എന്നും പറയുന്നു. അന്നേരം യുധിഷ്ഠിര മഹാരാജ് ചോദിച്ചു, വിഷ്ണു ഭക്തർ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠവാസികൾ, അവര് എല്ലാത്തിൽ നിന്നും മുക്തരല്ലേ? അവർക്ക് എങ്ങനെയാണ് ഒരു ബ്രാഹ്മണിൽ നിന്ന് ശാപം ലഭിക്കുന്നത്? അതും ഭഗവാന്റെ ലോകത്തിൽ നിന്നും ഒരു ജീവാത്മാ വീണ്ടും ഇവിടെ പതീതരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമില്ലേ? അങ്ങ് കാരുണ്യപൂർവ്വം അതിനെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, വൈകുണ്ഠവാസികളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ശരീരമാണ്. അവർക്ക് ഭൗതിക ശരീരമോ ഭൗതിക ഇന്ദ്രിയങ്ങളോ പ്രാണവായുവിൻ്റെ പോലും ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങ് കാരുണ്യപൂർവ്വം പറയൂ, ഭഗവാന്റെ പാർഷദർക്ക് എങ്ങനെയാണ് ആ ശാപം ലഭിച്ചത് എന്ന്, എങ്ങനെയാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ വരേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഉടൻ തന്നെ നാരദ മഹർഷി പറഞ്ഞു, ഒരിക്കൽ ബ്രഹ്മദേവന്റെ 4 പുത്രന്മാര്, സനക ഋഷി, സനന്ദനൻ, സനാതനൻ, സനത് കുമാർ ഋഷി, ത്രിലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അവർ എന്തോ കാരണത്താൽ വിഷ്ണു ലോകത്തിലെത്തി. ഈ 4 ഋഷിമാരും ബ്രഹ്മസൃഷ്ടിയിൽ ആദ്യമുണ്ടായ ബ്രഹ്മദേവന്റെ ആദ്യത്തെ പുത്രന്മാരാണ്.
പുത്രന്മാരാണ്. സപ്തഋഷികളായ മരീചിയെക്കാട്ടിയും പ്രായം കൂടിയവരാണ്. പക്ഷെ അവരുടെ യോഗബലം കൊണ്ട് അവരുടെ ശരീരത്തെ ബാലഭാവത്തിൽ, ബാലപ്രായത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ 5-6 വയസ്സ് മാത്രമേ തോന്നിപ്പിക്കൂ. അന്നേരം ജയവിജയന്മാര് സനത് കുമാര ഋഷികളെ കണ്ടപ്പോൾ അവർ സാധാരണ കുട്ടികളാണെന്ന് കരുതി അവരെ തടഞ്ഞു നിർത്തി. തടഞ്ഞപ്പോ സനത് കുമാർ ഋഷികൾക്ക് ഒരുപാട് ദേഷ്യം വന്ന് അവരെ ശപിച്ചു. പറഞ്ഞു, മൂഢരായിട്ടുള്ള ദ്വാരപാലകന്മാരാണ് നിങ്ങൾ. രജോ ഗുണവും തമോ ഗുണവും നിങ്ങളെ ബാധിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും മധുദ്വിഷന്റെ തൃപ്പാദത്തിന്റെ സേവനം ചെയ്യാൻ കഴിയില്ല. മധുദ്വിഷൻ മധുവിനെ കൊന്നവൻ, അതാണ് ഭഗവാന്റെ ഒരു പേരാണ്. അന്നേരം ത്രിഗുണങ്ങൾ ബാധിക്കാത്ത ഈ ലോകത്ത് ഇരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭൗതിക ലോകത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. അസുരന്മാരായി പിറക്കട്ടെ എന്ന്. അങ്ങനെ ജയവിജയന്മാർക്ക് ഈ ശാപം ലഭിച്ചപ്പോൾ അവർ ഭൗതിക ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഋഷിമാർ പറഞ്ഞു, ദ്വാരപാലകന്മാരെ, 3 ജന്മങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് എത്താൻ കഴിയും. 3 ജന്മങ്ങൾ നിങ്ങൾക്ക് അസുര ജന്മം എടുക്കേണ്ടി വരും. അന്നേരം നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെയാണ് ജയവിജയൻ ഭൗതിക ലോകത്തിൽ ദിതിയുടെ 2 പുത്രന്മാരായിട്ട്, ഹിരണ്യകശിപുവും പിന്നെ ഹിരണ്യാക്ഷനുമായിട്ട് ജനിച്ചു. ദൈത്യന്മാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അവർ. ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ച് ഹിരണ്യകശിപുവിനെ കൊന്നു. എന്നിട്ട് ഭൂമി ഗർഭജലത്തിൽ പോയി വീണപ്പോൾ ഭഗവാൻ വരാഹ അവതാരമെടുത്ത് ഭൂമിയെ ഉയർത്താൻ ശ്രമിച്ചു. അപ്പോൾ ഹിരണ്യാക്ഷൻ തടഞ്ഞു. അങ്ങനെ ഭഗവാൻ ഹിരണ്യാക്ഷനെയും വധിച്ചു. പ്രഹ്ലാദൻ ഭഗവാന്റെ തന്നെ ഭക്തനായ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ മകനായിരുന്നു. ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. ഹിരണ്യകശിപു പല രീതിയിലും പ്രഹ്ലാദനെ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഭഗവാൻ നിഷ്പക്ഷനാണ്, ശാന്തനാണ്, എല്ലാവർക്കും തുല്യഭാവത്തിലിരിക്കുന്നതാണ്. ഭഗവാൻ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ കൊല്ലാൻ കഴിഞ്ഞില്ല. പല രീതിയിലും പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി, പക്ഷേ പ്രഹ്ലാദനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജയവിജയന്മാര് നേരെ ഭഗവാന്റെ ലോകത്തേക്ക് അടുത്ത ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായതിനു ശേഷം 2ാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി വിശ്രവസിന്റെയും കേശിനിയുടെയും മക്കളായിട്ട് ജനിച്ചു. വിശ്രവസും കേശിനിയുടെയും മക്കളായിട്ട് ജനിച്ചു. അവര് ത്രിലോകങ്ങളിലും പല പല ദ്രോഹങ്ങളും ചെയ്തു. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങനെ ജയവിജയന്മാരെ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ രാമചന്ദ്രനായിട്ട് അവതരിച്ചു. എന്നിട്ട് രാവണനെയും കുംഭകർണനെയും കൊന്നു. പിന്നെ ഈ ഒരു ചരിതം, രാമന്റെ ചരിതം, നീ മാർക്കണ്ഡേയ ഋഷിയിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഇനി അവരുടെ 3ാമത്തെ ജന്മത്തിൽ ജയവിജയന്മാര് ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചു. നിങ്ങളുടെ തന്നെ കുടുംബത്തിൽ ജനിച്ചു. അങ്ങനെ ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് അവരുടെ ജന്മത്തിൽ നിന്ന് മോചനം നൽകി. അന്നേരം ശിശുപാലനും ദന്തവക്രനും 3ാമത്തെ ജന്മമാണ് ഇപ്പോൾ അവരുടെ കഴിഞ്ഞിരിക്കുന്നത്. അവർക്ക് ഭഗവാനുമായിട്ട് ഇപ്പോൾ തുടങ്ങിയ ശത്രുതാഭാവമല്ല, എത്രയോ നാളുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. പക്ഷെ എന്നാലും എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ വീണ്ടും ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചെത്തിയെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ യുധിഷ്ഠിരൻ ഞെട്ടിയിരിക്കുകയാണ്. ഇതെന്തൊക്കെയാണ് പറയുന്നത്? യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, ഹിരണ്യകശിപുവിന് സ്വന്തം മകനായ പ്രഹ്ലാദനോട് ഇത്രയും ശത്രുതാഭാവം ശ്രീരാമസ്വാമിയെ കുറിച്ച് കേട്ടപ്പോഴേ ശ്രീരാമചരിതം കേൾക്കണമെന്നുണ്ടായിരുന്നു. ഉടനെ നാരദ മഹർഷിക്ക് മനസ്സിലായി. നാരദ മഹർഷി പറഞ്ഞു, രാമനെ കുറിച്ച് അറിയണമെങ്കിൽ മാർക്കണ്ഡേയ ഋഷിയെടുത്ത് ചോദിച്ചാൽ മതി, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം.
അന്നേരം യുധിഷ്ഠിര മഹാരാജ് വിചാരിച്ചു എന്നാൽ തൽക്കാലം ആ എന്താ പറയുക പ്രഹ്ലാദന്റെ ചരിതമെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് പറയാൻ വേണ്ടി തന്നെയാണ് നാരദ മഹർഷിയും വന്നത്. അന്നേരം യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, നാരദ മഹർഷി, സ്വന്തം മകനോട് ഒരു അച്ഛൻ ഇത്രത്തോളം ശത്രുത വരാൻ കാരണം എന്താണ്? ഭഗവാന്റെ ഉത്തമ ഭക്തനല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് പ്രഹ്ലാദനോട് ഇത്രയും ശത്രുത തോന്നാൻ കാരണമായി എന്നൊരു ചോദ്യം. അങ്ങനെയാണ് നരസിംഹ ചരിതം അവിടെ ആരംഭിക്കുകയാണ് അല്ലേ. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായം, ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയൊക്കെ നമുക്ക് ഇന്ന് വൈകിട്ടും നാളെയും കൂടെ ചർച്ച ചെയ്യാം കേട്ടോ. അന്നേരം ഇന്ന് വൈകുന്നേരത്ത് ഭക്തരൊരു 4 മണിയാകുമ്പോൾ വരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. 4 മണി മുതൽ നമുക്ക് നരസിംഹ ചരിതം ചർച്ച ചെയ്യാം. 4 മണി മുതൽ 6 മണി വരെ കേട്ടോ. ഹരേ കൃഷ്ണ. അന്നേരം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ബാക്കിയുള്ള ഭാഗം ചർച്ച ചെയ്യുന്നു. പിന്നെ നാളെ രാവിലെയും. നാളെ സന്ധ്യാസമയം വരെ നിർജ്ജല വ്രതമാണ് എടുക്കേണ്ടത്. മാക്സിമം ഭക്തരും നിർജ്ജല വ്രതം എടുക്കുക. ഭക്തിയിലുള്ള എല്ലാ തടസ്സങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമാണ് നരസിംഹ ചതുർദശിയുടെ ദിവസം ഉപവാസം ഇരിക്കുന്നത്. ഗുരുവായൂരിൽ എത്താൻ പറ്റുന്ന ഭക്തർ കാരുണ്യപൂർവ്വം എത്താൻ ശ്രമിക്കുക. നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമായിരിക്കും. കാരണം അവിടെ ഉഗ്രസ്തംഭം അഭിഷേകം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ലഭിക്കും. ഭഗവാൻ തൂണ് പിളർന്ന് വന്ന അതേ തൂണിൻ്റെ ഒരു ശില നമ്മുടെ ആശ്രമത്തിലുണ്ട്. അതുകൊണ്ട് ആശ്രമത്തിൽ വരാം. സ്വന്തം കൈകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് നാളെ വൈകിട്ട് ഭഗവാന്റെ അഭിഷേകം ചെയ്യാം. അതിനുള്ള അവസരമുണ്ട്. പറ്റുന്ന ഭക്തരെല്ലാവരും വരാൻ ശ്രമിക്കുക. ലക്ഷ്മി നരസിംഹമുണ്ട്, യോഗ നരസിംഹമുണ്ട്, പിന്നെ ഉഗ്രസ്തംഭമുണ്ട്. നാളെ വൈകിട്ട് അവിടെ അഭിഷേകമായിരിക്കും കേട്ടോ. അതിനു മുമ്പായിട്ട് ഇന്ന് വൈകുന്നേരത്തെ 4 മണിക്ക് നരസിംഹ ചരിതം നമ്മൾ ബാക്കി ചർച്ച ചെയ്യും. ബാക്കി നാളെ രാവിലെ, നാളെ ഉച്ച വരെ മാക്സിമം എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എല്ലാവരും വ്രതം എടുക്കുക, മാക്സിമം ജപിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്ത് 4 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ.